ഹായ് ഫ്രണ്ട്സ്, തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഞങ്ങൾ സൂവിൽ കയറി. കാരണം കുഞ്ഞിനെ ഇതിനെയൊക്കെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. 30 രൂപയായിരുന്നു ടിക്കറ്റ്. പിന്നെ ഫുഡ് ഐറ്റംസ് ഒന്നും ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതൊക്കെ പുറത്ത് ക്ലോക്ക് റൂമിൽ വെക്കണം. അതേപോലെ ബോട്ടിൽ വെള്ളമാണെങ്കിൽ സ്റ്റിക്കർ ഒട്ട് 20 രൂപ കൊടുക്കണം. തിരിച്ച് വരുമ്പോൾ ആ ബോട്ടിൽ കളയുമ്പോൾ നമുക്ക് 20 രൂപ തരും. നല്ല ഒരു ഫെസിലിറ്റിയാണ് കേട്ടോ. ഫുഡ് ഐറ്റംസ് കൊണ്ടുപോകാൻ സമ്മതിക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ മൃഗങ്ങൾക്കൊക്കെ ഫുഡ് ഐറ്റംസ് കൊടുക്കും, പിന്നെ അത് കൊടുക്കരുത് എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ്. പിന്നെ കുഞ്ഞുങ്ങളുടെ വെള്ളമൊക്കെ കൊണ്ടുപോകാം, നമുക്കും വെള്ളം കൊണ്ടുപോകാം, സ്റ്റിക്കർ ഒട്ടിക്കണമെന്നേ ഉള്ളൂ. അപ്പം ഞങ്ങളിങ്ങനെ അവൻ ആദ്യം കയറിയപ്പോൾ ഉറക്കമായിരുന്നു. പിന്നെ ചന്ദ്ര ഉണ്ടായിരുന്നു കൂടെ, അപ്പോൾ അവളാണ് കുറച്ചൊക്കെ വീഡിയോ ഒക്കെ എടുത്തു തന്നത്. പിന്നെ അവിടെ കുറേ പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി കണ്ടതാണ്, 2-3 വട്ടം ഇവിടെ വന്നിട്ടുള്ളതാണ്. പക്ഷെ കുഞ്ഞ് ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ അവന് നടക്കാൻ കുറേ സ്ഥലമുള്ളതുകൊണ്ട് അവനിങ്ങനെ നടന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചെരുപ്പ് കൂട്ടി. പിന്നെ ചെരുപ്പില്ലാതാണ് ഞാൻ സൂ മുഴുവൻ നടന്നത്. ഉള്ളിൽ വെള്ളിമൂങ്ങയുണ്ട് കേട്ടോ. ഞങ്ങൾ അവനെ കാണിക്കാൻ ശ്രമിച്ചിട്ടൊന്നും അവൻ കണ്ടില്ല. പിന്നെ കഴുകൻ, പല ടൈപ്പ് കഴുകൻ, വലിയ കഴുകനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനെ പിന്നെ അവൻ കണ്ടു. അത് താഴെ ഒരെണ്ണം ചെറുതിരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞാൽ അതിന് ഷൂ ഇല്ല, ഷൂ A to Z നിന്ന് വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അത് ചെരുപ്പില്ലാതെ നിൽക്കുന്നതിനാണ് അവൻ പറഞ്ഞത്. അതിനവന് അടുത്ത് തന്നെ കാണാമായിരുന്നു. പിന്നെ അതിനെയൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോയി. പിന്നെ പോയത് കൊക്കുകളുടെ ഒരു കേന്ദ്രത്തിലോട്ടായിരുന്നു. ഫുൾ കൊക്കുകളാണ്, പല മോഡൽ കൊക്കുകൾ, പല വലിപ്പമുള്ളത്. പിന്നെ അവന് പരിചയമുള്ളതുകൊണ്ട് കൊക്കിനെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിനൊക്കെ പരിചയമുള്ളതിൻ്റെ അടുത്താണ് കുറച്ച് സമയം അവൻ നിൽക്കും, ഇല്ലാത്തതിൻ്റെ അടുത്ത് അവൻ നിൽക്കത്തില്ല. അവന് ഫുള്ള് നടക്കാനായിരുന്നു ഇഷ്ടം. പിന്നെ ഇതാണ് നീർനായ. ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തിട്ട് അത് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നത്. കുറേ എണ്ണം ഉണ്ടായിരുന്നു. അതിങ്ങനെ വെള്ളത്തിലാണ് ഫുൾ ടൈം. പിന്നെ മീനുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കുറച്ച് സമയം വിശ്രമിക്കാനൊക്കെ പറ്റിയ ഒരു ഏരിയയാണ് ആ ഒരു ഏരിയ. പിന്നെ പൊതുവേ നല്ല വെയിലുണ്ടായിരുന്നെങ്കിലും സൂവിനകത്ത് തണലായിരുന്നു കേട്ടോ. ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം കാട്ടിലെ രാജാവ് ലയൺ കിടക്കുന്നുണ്ടോ, അതിങ്ങനെ വിശ്രമിക്കുകയാണ്, ഉറങ്ങുകയാണ്. അപ്പോൾ അവൻ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ലയൺ ചാച്ചി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇത് കാണ്ടാമൃഗമാണെന്ന് തോന്നുന്നു, കാണ്ടാമൃഗമാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ടായിരുന്നു. അത് കുറേ സമയം വെള്ളത്തിലിങ്ങനെ മലന്ന് കിടന്ന് നീന്തൊക്കെയായിരുന്നു. പിന്നെ അവനെ വിളിച്ച് കാണിച്ചപ്പോൾ അവൻ കണ്ടൊന്നുമില്ല കേട്ടോ. പിന്നെ മാൻ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേര് സമ്പർ ഡീർ എന്നാണ് എഴുതിയേക്കുന്നത്. എല്ലാവരും അവിടെ വന്ന് സാമ്പാർ എന്നാണ്, ശരിക്കും വായിക്കുമ്പോൾ നമ്മൾ സാമ്പാർ തന്നെ വായിക്കും. അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേര്. പിന്നെ കാട്ടുപോത്തുണ്ടായിരുന്നു, ഓസ്ട്രിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെയൊക്കെ കണ്ട് അവനിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കേട്ടോ. പിന്നെ പൊതുവെ വൈറ്റ് ഓസ്ട്രിച്ച് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ വൈറ്റ് മാനിനെയും കണ്ടു കേട്ടോ. പിന്നെ നോർമൽ മാനിനുള്ള പുള്ളിമാൻ, നമ്മൾ സാധാരണയായിട്ട് കാണുന്ന അത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സിംഹം, കടുവ അതൊക്കെ കിടക്കുന്ന ആ ഒരു സൈഡിലോട്ട് വന്നു. അവിടെ വന്നപ്പോൾ കുറേ കൂട്ടിലൊന്നും ആളില്ലായിരുന്നു. പിന്നെ വെള്ളക്കടുവ ഉണ്ടായിരുന്നു, പിന്നെ പെൺസിംഹം. ഇത് പെൺസിംഹമാണ്, ഒരു വലിയ ഏരിയയിലാണ് അതിനെ ഇട്ടേക്കുന്നത്. പിന്നെ കൂട്ടിലൊരു പെൺസിംഹം കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു കടുവ ഉണ്ടായിരുന്നു കേട്ടോ. അതാണെങ്കിൽ ഭയങ്കര സൗണ്ടിലാണ്, ആരോ ഇങ്ങനെ അതിനെ പ്രൊവോക്ക് ചെയ്തിട്ടിങ്ങനെ അതിങ്ങനെ ഭയങ്കര സൗണ്ടിൽ ഇതാക്കിക്കൊണ്ടിരുന്നു. അപ്പം ഞങ്ങൾ ഓടിച്ചെന്നു. അപ്പോഴത്തേനും അത് അവിടെ പോയി കിടന്നു. പിന്നെ തത്തയുടെ തന്നെ വെറൈറ്റി ഉണ്ടായിരുന്നു, കുറേ സംസാരിക്കുന്ന ടൈപ്പ്. പിന്നെ ഈ പുറം രാജ്യങ്ങളിലൊക്കെ കാണുന്ന ഒരു നീലയും മഞ്ഞയൊക്കെ ഉള്ള തത്തയിൽ അതുണ്ടായിരുന്നു. മുള്ളൻപന്നി ഉണ്ടായിരുന്നു. പിന്നെ ഇത് ശലഭോദ്യാനമാണ്, ചിത്രശലഭങ്ങളുടെ. പിന്നെ ഞങ്ങളിതാ ഇവിടെ വന്നപ്പോൾ ആമയെ ഞങ്ങൾ ആ വെള്ളത്തിൽ കണ്ടു. എന്നിട്ട് ഞങ്ങളൊത്തി ആമ എന്തിനാണ് വെള്ളത്തിൽ ഇട്ടേക്കുന്നത് കുറേ തപ്പി കഴിഞ്ഞപ്പോഴാണ് അപ്പുറത്ത് മുതല കിടക്കുന്നുണ്ടത്. അത് അനങ്ങാണ്ട് ഇങ്ങനെ കുറേ, അത് അനങ്ങുന്നേ ഇല്ല, അങ്ങനെ അതിനകത്ത് കിടക്കുമായിരുന്നു. പിന്നെ വീണ്ടും ഓസ്ട്രിച്ചിനെ കണ്ടു. അത് വലിയ ഓസ്ട്രിച്ചാണ്, പക്ഷേ അതിൻ്റെ ദേഹത്തൊക്കെ എന്താ ബ്ലൂ കളർ ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് പിന്നെ പാമ്പിനെ കണ്ടു കേട്ടോ. പിന്നെ അത് നമുക്ക് ഫോട്ടോഗ്രാഫി ഒന്നും അവിടെ അനുവദിക്കത്തില്ല, അതിൻ്റെ ഉള്ളിലാണ്. ഏറ്റവും ലാസ്റ്റാണ് മയിലിനെ കണ്ടത്. മയിൽ പീലി വിടർത്തി ആടി, അതിൻ്റെ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും സൂപ്പറായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.